ഒരാളുടെ നമസ്കാരമായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഷർത്തുകൾ, ഷുറൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതെന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 9 കാര്യങ്ങളില്ലാത്ത ഒരാൾ നമസ്കരിക്കാൻ നിന്നിട്ട് കാര്യമില്ല. 9 നിബന്ധനകൾ ഒത്തുചേർന്ന ഒരാൾ മാത്രമേ നമസ്കാരത്തിന് നിന്നിട്ട് കാര്യമുള്ളൂ. അഥവാ നമസ്കാരത്തിൻ്റെ മുമ്പേ പൂർത്തിയാകേണ്ട 9 കാര്യങ്ങളാണവ. അതാണ് ഷർത്തുകളുടെ പ്രത്യേകത. ഏതൊക്കെയെന്ന് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമുക്ക് പഠിച്ചു പോകണം. അതിൻ്റെ ഓരോന്നും ഇങ്ങനെ എണ്ണി ക്രമം തെറ്റാതെ നമ്പർ പ്രകാരം പഠിച്ചിട്ടില്ലെങ്കിലും ഇന്നതൊക്കെ വേണം നിസ്കാരം ശരിയാകണമെങ്കിൽ എന്നൊരു ധാരണയെങ്കിലും ഇന്നത്തെ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പിന്നെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ മറന്നുപോലും ഉപേക്ഷിക്കാൻ പറ്റാത്ത, ബോധപൂർവവും മറന്നും ഉപേക്ഷിച്ചാൽ ഒന്നുകിൽ നമസ്കാരം തന്നെ ബാത്തിലാകും, അല്ലെങ്കിൽ ആ റക്അത്ത് ബാത്തിലാകും. ഇതിനാണ് റുക്നുകൾ എന്ന് പറയുക. മൂന്നാമത്തേത് വാജിബാത്താണ്. വാജിബാത്ത് എന്ന് പറഞ്ഞാൽ അവ ബോധപൂർവം ഉപേക്ഷിച്ചാൽ ബാത്തിലാകും, നിസ്കാരം ബാത്തിലാകും. ബോധപൂർവം ഒരാളത് ഉപേക്ഷിച്ചാൽ നമസ്കാരം ബാത്തിലാകും. മറന്നുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കണം. ഇനി സുനനുകളാണ് ഒരാൾ, സുന്നത്തായ കാര്യങ്ങളാണ് ഒരാൾ നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ ബോധപൂർവം നഷ്ടപ്പെടുത്തിയാലും മറന്നുകൊണ്ട് നഷ്ടപ്പെടുത്തിയാലും അതിന് സഹുവിൻ്റെ സുജൂദ് ആവശ്യമില്ല. ആ നിസ്കാരം അങ്ങനെ തുടർന്നാൽ മതി. നിസ്കാരത്തിലെ പ്രതിഫലത്തിൽ കുറവ് സംഭവിക്കും. കാരണം സുന്നത്തായ കുറേ കാര്യങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കൂലി നഷ്ടപ്പെടും. ഈ ഒരു വേർതിരിവ് നമുക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാളുടെ നമസ്കാരമായി പരിഗണിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടുന്ന 9 നിബന്ധനകളാണ് ഷുറൂത്ത് അഥവാ ഷർത്തുകൾ, നിബന്ധനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ ഓരോന്ന് വരും. അതിൻ്റെ വിശദീകരണം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയും ചെയ്യാം. അതിൽ 3 കാര്യങ്ങൾ ഏത് ഇബാദത്തിനും ഉണ്ടായിരിക്കണം. ആദ്യത്തെ 3 കാര്യങ്ങൾ ഏത് ഇബാദത്തിനും ഉണ്ടായിരിക്കേണ്ടതാണ്. മുസ്ലിം ആകണം ഒരു ഇബാദത്താകണമെങ്കിൽ. ഒരു കാഫിർ എന്ത് അമല് ചെയ്തിട്ടും കാര്യമല്ല. വിശുദ്ധ ഖുർആൻ ഉദാഹരണ സഹിതം ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കറമാദിനിഷ്ദദ്ദത് ബിഹിർ, നല്ല കാറ്റുള്ള ദിവസം പാറപ്പുറത്ത് വെണ്ണീർ ചാരം കൊണ്ടുപോയിട്ടതുപോലെയായിരിക്കും അവരുടെ കർമ്മങ്ങൾ. ചാരം കൊണ്ടുപോയി നല്ല കാറ്റുള്ള ദിവസം പാറപ്പുറത്തിട്ടാൽ എന്താവുക? എന്തും ആയേക്കാം എന്ന പോലെയായിരിക്കും മുസ്ലിം അല്ലാത്തവൻ്റെ ഇബാദത്തുകൾ, കർമ്മങ്ങൾ. ഇബാദത്ത് തന്നെ പറയാൻ പറ്റൂല. അള്ളാഹു സൽക്കർമ്മങ്ങളായി അവ സ്വീകരിക്കുക പോലും ചെയ്യില്ല. അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്തവൻ്റെ കർമ്മം, അതാണ് ബുദ്ധി ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഏത് ഇബാദത്ത് സ്വീകരിക്കണമെങ്കിലും മജ്നൂനിൽ നിന്ന്, ഭ്രാന്തനിൽ നിന്ന് ഇബാദത്ത് സ്വീകരിക്കൂല. എന്നു മാത്രമല്ല അയാളുടെ തിന്മകൾ തിന്മയായി രേഖപ്പെടുത്തൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റുഫിയൽ ഖലമു അൻ സലാസ്, 3 പേരിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ 3 പേര് എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹു രേഖപ്പെടുത്തുകയില്ല. നന്മ ചെയ്താൽ നന്മയായും രേഖപ്പെടുത്തൂല, തിന്മ ചെയ്താൽ തിന്മയായും രേഖപ്പെടുത്തുകയില്ല. ഏതാണ് ആ 3 വിഭാഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്നവൻ ഉണരുന്നത് വരെ. ഉറക്കത്തിൽ ഭാര്യനെ നന്നായി ചവിട്ടിയാലും കുറ്റമൊന്നും കിട്ടൂല. പക്ഷേ അതേ ഉറക്കം ഒഴുക്കുണ്ടാകും എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി, കുറ്റം കിട്ടൂല. ഉറക്കാണെങ്കിൽ ഉണരുന്നത് വരെ എന്തില്ല, അത് നമ്മൾക്ക് എന്ത് മുഴുവൻ ഖുർആൻ ഓതി തീർത്ത് നമ്മൾ സ്വപ്നത്തിൽ ഒരു കാര്യമില്ല, കൂലിയിട്ടൂല. അത് നല്ല സ്വപ്നമാണ്, നല്ല ലക്ഷണമാണ് എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ രേഖപ്പെടുത്തൂല. അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്തവന് ബുദ്ധി ഉണ്ടായി ചെയ്യുന്നത് വരെ, അവൻ്റെ ബോധം നഷ്ടപ്പെട്ട ആൾക്ക് ബോധം വരുന്നത് വരെ ഇബാദത്തായിട്ട് പരിഗണിക്കൂല. അതുപോലെ തന്നെ മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കുട്ടിക്ക് ഇഹ്തിലാം ഉണ്ടാകുക, പ്രായപൂർത്തിയാകുക, വകതിരിവ് വരിക, ഇതുവരെ അവൻ്റെ അമലുകളായിട്ട് സ്വീകരിക്കൂല. എന്നാൽ അതിന് പ്രോത്സാഹിപ്പിച്ചതിനുള്ള പ്രതിഫലം യഥാർത്ഥത്തിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച ആളുകൾക്ക് കിട്ടും. ഇനി നിസ്കാരത്തിൻ്റെ കാര്യമല്ലാത്ത ചില ഇബാദത്തുകൾ ചെറിയ കുട്ടികളിൽ നിന്നാണെങ്കിലും കൊടുക്കണം എന്നതുണ്ട്. ഒരു കുട്ടി ഹജ്ജ് ചെയ്താൽ ഹജ്ജിൻ്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവൻ പ്രായപൂർത്തിയായാൽ അവൻ്റെ ഹജ്ജ് വീടിയിട്ടില്ല. അവൻ പ്രായപൂർത്തിയായാൽ അവൻ തന്നെ എന്ത് ചെയ്യണം? വേറെ ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ ഉംറ ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇബാദത്തുകളായി സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള നിബന്ധനകളായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമസ്കാരത്തിനും ഇത് 3 വേണം. 4-മത്തേത് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നതാണ്. കുളി നിർബന്ധമായ ഒരു അവസ്ഥയിൽ നമസ്കരിക്കാൻ പാടില്ല. നമസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, നമസ്കരിക്കുന്നത് കുറ്റാണ്.
കുളി നിർബന്ധമുള്ളൊരു അവസ്ഥയിൽ ഒരു കുളിക്കാതെ ഒരാൾ നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, കുളിക്കാൻ പിന്നെ സമയമല്ല എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ അവന് പ്രതിഫലം കിട്ടൂല എന്നല്ല, അവന് കുറ്റാണ് കിട്ടുക. വുളു എടുക്കാതെ ഒരാൾ നമസ്കരിച്ചാൽ അവന് പ്രതിഫലമില്ലെന്ന് മാത്രമല്ല, അവന് കുറ്റം കിട്ടും. കാരണം നിബന്ധന ഒക്കാതെ അവൻ നിസ്കരിച്ചാൽ ആ ഇബാദത്തിനെ പരിഹസിക്കലാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരാൾക്ക് വുളു നഷ്ടപ്പെട്ടാൽ അയാളത് തുടരുന്നത് കുഫറിലേക്ക് വരെ എത്തുന്ന തിന്മയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധമല്ല, എന്തായിരുന്നാലും വുളു എടുത്തിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെ പോകട്ടെ എന്ന് ഒരറിവില്ലാത്ത ഒരാൾ ചെയ്താൽ അയാളുടെ വിധി വേറൊന്നും. വുളു ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് കൃത്യമായ ബോധമുള്ള ഒരാൾ വീണ്ടും അത് തുടരൽ ഇബാദത്തിനെ കളിയാക്കലുമാണ്, നിസ്കാരത്തെ പരിഹസിക്കലാണ്. അതുകൊണ്ട് വുളു മുറിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തണം. അപ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നതാണ് നാലാമത്തെ നിബന്ധന. വുളുവിൻ്റെ രൂപവും കുളിയുടെ രൂപവും ഒന്നും വിശദമായി നമ്മൾ പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വുളുവിൻ്റെ നിർബന്ധ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും എങ്ങനെയായിരിക്കണം ഒരാളുടെ വുളു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിയ്യത്തുണ്ടാവുക, മുഖം കഴുകുക, കൈ മുട്ടുവരെ കഴുകുക, തലയും ചെവിയും തടവുക, കാല് കഴുകുക, ഇത് ക്രമത്തിലാവുക, വുളുവിൻ്റെ നിർബന്ധ ഘടകങ്ങൾ പൂർത്തിയായി. ഇനി ബാക്കിയുള്ള ആദ്യത്തെ കഫ് കഴുകൽ, 3 തവണ കഴുകൽ എന്നിവയൊക്കെ എന്താണ്? സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും വിശദമായി പറയണില്ല. അതേപോലെ കുളിയോ, നിയ്യത്തുണ്ടാകുക, ശരീരത്തിൽ മുഴുവൻ വെള്ളമാകുക, കുളിയായി. എന്നാൽ അതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ വുളു കൊണ്ട് തുടങ്ങുക, ബിസ്മി ചൊല്ലി തുടങ്ങുക, ആദ്യം പിന്നെ ലൈംഗിക അവയവങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കുക, എന്നിട്ട് കുളി തുടങ്ങുക, ആദ്യം വലതുഭാഗത്തൊഴിക്കുക. ഏതൊക്കെ അതിൻ്റെ സുന്നത്തായ പൂർണ്ണ പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങളാണ്. അങ്ങനെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അഞ്ചാമത്തേത്, ഒരാളുടെ നമസ്കാരമാകണമെങ്കിൽ അവൻ മുസ്ലിം ആകണം, ബുദ്ധിയുണ്ടായിരിക്കണം, അതുപോലെ തന്നെ വകതിരിവുണ്ടാകണം, അഥവാ പ്രായപൂർത്തി എത്തണം, അവൻ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. എന്നതിന് പുറമെ അഞ്ചാമത്തേത്, നമസ്കാരത്തിന് സമയമാകണം. ഇപ്പോൾ ഒരാൾ ഇശ നമസ്കരിച്ചാൽ ജമ്മാക്കുന്ന ഹുക്കുമ് വേറെ, അതല്ലാതെ ഒരാൾ ഇപ്പോൾ ഇശ നമസ്കരിച്ചാൽ നിസ്കാരമായിട്ട് സ്വീകരിക്കൂല. ഒരാൾ 10 മണിക്ക് യാത്ര തുടങ്ങുകയാണ്, ഇനിയിപ്പോൾ ഇടയിൽ രാവിലെ 10 മണിക്ക് യാത്ര തുടങ്ങുകയാണ്, ഇനി 5 മണിക്കോ 6 മണിക്കൊക്കെ ആയിരിക്കും എത്തുക. അതുകൊണ്ട് ഇടയിൽ ചിലപ്പോൾ വാഹനം നിർത്തി നിസ്കരിക്കൽ ബുദ്ധിമുട്ടാവും. ഞാൻ ഏതായിരുന്നാലും ളുഹർ ഇപ്പം തന്നെ നിസ്കരിക്കട്ടെ. നമസ്കാരം സ്വീകരിക്കപ്പെടുമോ? ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. കാരണം നമസ്കാരത്തിന് സമയമാവുക എന്നത് നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾ നിബന്ധനയായി ചെയ്തു തീർക്കേണ്ട ഒരു പ്രവർത്തനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടെ ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് വേഗത്തിൽ പറയുകയാണ്. 5 നേരത്തെ നമസ്കാരത്തിൻ്റെ സമയം എങ്ങനെയാണ് വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ തന്നെ അവ എല്ലാം ഒന്നിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഖ്തുൽ ളുഹ്രി, ളുഹ്റിൻ്റെ സമയം ഇദാ സാലത്തി ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാലാണ് തുടങ്ങുക. ഒരാൾക്ക് നിഴലില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് മാറിയാൽ, സൂര്യൻ നേരെ മുകളിൽ വരുമ്പോൾ നമുക്ക് നിഴലുണ്ടാവില്ല, നമ്മളെ നിൽക്കുന്നതിൻ്റെ അടിയിൽ ഒരു വട്ടായിരിക്കും ഉണ്ടാവുക, അല്ലേ? ഒരു വൃത്താകൃതിയിലാണ് ഉണ്ടാകുക. അവിടെ നിന്നാണ് തെറ്റിയാൽ ളുഹ്റിൻ്റെ സമയം തുടങ്ങി. ഒരാളുടെ നിഴൽ അയാളുടെ അത്ര വലുപ്പമാകുന്നത് വരെ, ഒരാളുടെ നിഴൽ അയാളുടെ വലുപ്പം ആകുന്നത് മുതൽ അസ്റിൻ്റെ സമയം തുടങ്ങുകയാണ്. ഒരാളുടെ നിഴൽ അയാളുടെ ഇരട്ടി വലുപ്പമാകുന്നത് വരെ. അപ്പോൾ ളുഹ്റിൻ്റെ അസ്റിൻ്റെ ഇടയിൽ വേറെ സമയമല്ല. അപ്പോൾ ഇനി ളുഹ്റിൻ്റെ സമയം എത്രയും ചോദിച്ചാൽ അസ്റിൻ്റെ സമയം തുടങ്ങുന്നത് വരെ. അസ്റിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞോളി, ളുഹ്റിൻ്റെ സമയം തീരുമ്പോൾ. അതിനിടയിൽ വേറെ സമയമല്ല. എന്നാൽ സുബ്ഹിൻ്റെ ളുഹ്റിൻ്റെ ഇടയിൽ അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ പറയാം. പിന്നെ അസ്റിൻ്റെ സമയം എപ്പോൾ വരെയാണ്? ഒരാളുടെ നിഴൽ അയാളുടെ ഇരട്ടി വലുപ്പം ആകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ സൂര്യൻ അതിൻ്റെ കിരണങ്ങൾ മഞ്ഞായി തുടങ്ങി അതിന് ചൂടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് വരെയാണ് അസ്റിൻ്റെ സമയം. എന്ന് പറഞ്ഞാൽ മഗ്രിബിന് മുമ്പ് കുറച്ച് സമയം നമസ്കാരമില്ലാത്തൊരു സമയമുണ്ട്. ളുഹ്റിൻ്റെ അസ്റിൻ്റെ ഇടയിൽ നിസ്കാരമില്ലാത്ത സമയമല്ല. എന്നാൽ അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ നമസ്കാരം ഇല്ലാത്തൊരു സമയമുണ്ട്. ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഇനി ഇശാഇൻ്റെ സമയം, മഗ്രിബിൻ്റെ സമയം സൂര്യൻ അസ്തമിക്കുമ്പോൾ തുടങ്ങുകയാണ്. അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, അസ്തമിച്ചു കഴിഞ്ഞാൽ മഗ്രിബിൻ്റെ സമയം തുടങ്ങി. അസ്തമയ ശോഭ മായുന്നത് വരെ. അസ്തമയ ശോഭ മായിഞ്ഞാൽ ഇശാഇൻ്റെ സമയം തുടങ്ങി. അപ്പോൾ മഗ്രിബിൻ്റെ സമയം എത്ര വരെ ഉണ്ട്? ഇശാഇൻ്റെ സമയം വരെയാണ്. ചില ആളുകളൊക്കെ ഒന്നാണ് അത് ക്ലിയർ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ. മഗ്രിബിൻ്റെ സമയം ഇശാഇൻ്റെ സമയം തുടങ്ങുന്നത് വരെയാണ്. ഇശാഇൻ്റെ സമയം എത്രയാണ്? നിസ്ഫുൽ ലൈൽ എന്നതാണ് ഏറ്റവും തിരഞ്ഞെടുക്കാവുന്ന അഭിപ്രായം, അർദ്ധരാത്രി വരെ. എന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ ഒരാൾക്ക് ഫജ്റിന് മുമ്പ് വരെ ഇശാ നമസ്കരിക്കാം എന്ന അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ
ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ല പോലുള്ള, ഇമാം നവവി റഹ്മഹുല്ലയെ പോലുള്ള ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അലം. ഇനി സുബ്ഹിൻ്റെ സമയം പ്രഭാതോദയം മുതൽ സൂര്യോദയം വരെയാണ്. പ്രഭാതോദയം മുതൽ, അഥവാ ആദ്യത്തെ യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിച്ച് പ്രഭാതം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പ്രഭാതം വരുന്നുണ്ട്. അതിൻ്റെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചം വെക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ തുടങ്ങും, സൂര്യൻ ഉദിക്കുമ്പോൾ കഴിയും. അതാണ് സുബ്ഹിൻ്റെ സമയം. പിന്നെ ഉദിച്ചു കൊണ്ടിരിക്കുമ്പോഴും അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോഴും മധ്യത്തിലെത്തുമ്പോഴും നമസ്കാരം പാടില്ലാത്ത സമയമാണ് എന്നർത്ഥം. വിശദമായി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സംശയ നിവാരണത്തിൽ തീർക്കാം. അഞ്ചാമത്തേതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ആറാമത്തേത് നഗ്നത മറക്കുക എന്നതാണ്. ഔറത്ത് മറക്കുക എന്നതാണ് നിസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം. നഗ്നത മറക്കാത്ത ഒരാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുരുഷൻ്റെ ഔറത്ത് യഥാർത്ഥത്തിൽ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണെങ്കിലും നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള രൂപം അവൻ്റെ പിരടി കൂടി മറക്കുക എന്നതാണ്. എത്രത്തോളം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തുണി മാത്രമേ ഒരാളെടുത്തുള്ളൂ. വേറെ ഒരു തുണി, ഒരു തോർത്തോ ഒരു ടവ്വലോ ഒന്നും അയാളുടെ കയ്യിലില്ലെങ്കിൽ അയാളുടെ തുണി കൊണ്ട് 2 ഭാഗത്തേക്ക് അതിൻ്റെ തുമ്പുകൾ പിടിച്ച് അവൻ്റെ പിരടിയിൽ അവൻ കെട്ടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഔറത്ത് പുരുഷനാണെങ്കിൽ പിരടി കൂടി മറക്കുക എന്നതാണ്. എന്നാൽ അങ്ങനെ മാത്രം പോരാ. ഖുർആനിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ചു, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. ഓരോ സുജൂദിൻ്റെ വേളയിലും നിങ്ങൾ നല്ല വസ്ത്രം സ്വീകരിക്കണം. നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ എത്ര മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുക. നമ്മൾ നമസ്കരിക്കുമ്പോൾ തലേന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിച്ച ലുങ്കിത്തുണിയും മുഷിഞ്ഞ വസ്ത്രവും, നമ്മൾ ടീഷർട്ടും നമ്മുടെ ബനിയനും കീറിയ ഒന്നിനും പറ്റാത്ത വസ്ത്രമൊക്കെ ഇട്ട് നമസ്കരിക്കുക എന്നത് യഥാർത്ഥത്തിൽ പാടില്ലാത്ത കാര്യമാണ്. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുന്നതല്ല, പക്ഷേ അത് നമസ്കാരത്തിനോട് കാണിക്കുന്ന ഒരു അദബ് കേടായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു അലം. അപ്പോൾ നഗ്നത മറക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ നഗ്നത മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗമാണ് നമസ്കാരത്തിൽ അവൾ മറക്കേണ്ടത്. മുഖം തുറന്നിടലാണ് അസ്ല്. മുഖം തുറന്നിടുക എന്നതാണ് നമസ്കാരത്തിൽ അസ്ല്. എന്നാൽ അന്യപുരുഷന്മാർ ഉള്ള ഒരു സ്ഥലത്ത് നമസ്കരിക്കേണ്ടി വന്നാൽ സാധാരണ പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതുപോലെ തന്നെ നമസ്കാരത്തിലും ആ സമയത്ത് ഒരു സ്ത്രീക്ക് മറക്കാം. എന്നാൽ മുഖം തുറന്ന് നമസ്കരിക്കുക എന്നതാണ് സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ അടിസ്ഥാനപരമായ നിയമമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു അലം. ഏഴാമത്തെ നിബന്ധന, നമസ്കരിക്കുന്നവൻ്റെ ദേഹം, സ്ഥലം, വസ്ത്രം, നമസ്കരിക്കുന്നവൻ്റെ ശരീരത്തിലും അവൻ നമസ്കരിക്കുന്ന സ്ഥലത്തും അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിലും മാലിന്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. മാലിന്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പം നമുക്കിങ്ങനെ മനസ്സിലാക്കുക, നമുക്ക് മൂത്രമൊഴിച്ച് കഴുകി പോന്നപ്പോൾ അടിവസ്ത്രത്തിലോ മറ്റോ അല്പം മൂത്രമായിട്ടുണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ അറിഞ്ഞിരുന്നു മൂത്രമായിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത നിസ്കാരത്തിന് മുമ്പ് ആ ഭാഗമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ മറന്നുപോയി, നമ്മൾ വുളു എടുത്തു, നമ്മൾ നമസ്കരിച്ചു. പിന്നെയാണ് നമുക്ക് ഓർമ്മ വന്നത്, എങ്കിൽ അവൻ്റെ നമസ്കാരം അവൻ മടക്കി നിർവഹിക്കണം. കാരണം അവന് ആദ്യേ ഉറപ്പുണ്ടായിരുന്നു ഇതിൽ നജസ്സുണ്ട് എന്ന്. ഒരാൾ നമസ്കരിച്ചു, അതിനു മുമ്പ് അയാൾ അറിഞ്ഞിട്ടില്ല. നമസ്കാരം കഴിഞ്ഞിങ്ങനെ പോരുമ്പോഴാണ് എന്തോ ഒരു നജസ് വസ്ത്രത്തിൽ കണ്ടത്. കഴിഞ്ഞുപോയ നമസ്കാരം അയാൾക്ക് നമസ്കരിച്ച് വീട്ടേണ്ട. കാരണം അയാൾ അറിയാത്ത അവസ്ഥയിലാണ് ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വ്യത്യാസം മനസ്സിലാണോ? ആദ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ മറന്നതും അല്ലാതെ പിന്നീട് അറിഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അപ്പോൾ നമസ്കരിക്കുന്നവൻ്റെ സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല, വസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല, ശരീരത്തിലും നജസ് ഇല്ലാതിരിക്കുക എന്നത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പാലിക്കേണ്ട 9 മര്യാദകളിലെ 7ാമത്തെ മര്യാദയാണ്. 8ാമത്തേത് ഖിബിലക്ക് അഭിമുഖമായി നമസ്കരിക്കുക എന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഖിബിലക്ക് അഭിമുഖമായി നമസ്കരിക്കുക എന്നത് നിബന്ധനയായതുകൊണ്ട് തന്നെ അറിയാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ നമസ്കരിക്കേണ്ടി വന്നാൽ, ഖിബില എവിടേക്കാണെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അയാൾക്ക് കഴിയുന്നത്ര അത് അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കി കണ്ടെത്താൻ ശ്രമിക്കണം. എന്നിട്ടും മനസ്സിലാകാത്തൊരവസ്ഥയാണെങ്കിൽ അയാൾ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് തോന്നുന്നത് ഇന്ന ഭാഗത്തേക്കാണ് എന്ന നിലക്ക് നമസ്കരിച്ചാലും ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. പക്ഷേ അവിടെ ആ നാട്ടുകാരുണ്ടെങ്കിൽ, അവിടെ പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അയാൾ അന്വേഷിക്കുകയും ചോദിച്ച് ഉറപ്പുവരുത്തുക എന്നതും അയാളുടെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബിലക്ക് അഭിമുഖമായി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുകയും പിന്നീട് വാഹനപ്പുറത്ത് പോവുകയും വാഹനം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും.
അത് സുന്നത്ത് നമസ്കാരത്തിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്വഹീഹായി വന്നിട്ടുള്ളൂ എങ്കിലും ഇന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത വാഹനങ്ങളിൽ വിമാനത്തിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഖിബല എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടാകും. അറിഞ്ഞാലും അങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യുക? അവിടെയാണ് ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിയുന്നത്ര അള്ളാഹിനെ സൂക്ഷിച്ചിട്ട് ബാക്കി അള്ളാഹുവിനെ അറിയാം. നമ്മളെ അവസ്ഥ നമ്മളെക്കാളും അറിയും. എന്തുകൊണ്ട് ഇപ്പോൾ ഖിബലക്ക് അഭിമുഖമായി അവൻ നിൽക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ നിന്ന് നമസ്കരിക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ ഫ്ലൈറ്റിൽ സീറ്റിൽ തന്നെ ഇരുന്ന് അവിടെ നിന്നൊന്നും നിൽക്കുന്ന പോലുമില്ല? അതൊക്കെ നമ്മളെക്കാളും അറിയുന്ന നമ്മുടെ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെയൊക്കെ മാക്സിമം പരമാവധി സൂക്ഷ്മത പുലർത്തുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്നത്. നമ്മളെ വാഹനം ഓടിച്ചു പോകുകയാണ്, അപ്പോൾ പിന്നെ ഇനി എങ്ങോട്ട് നിസ്കരിക്കുക എന്ന് വിചാരിച്ച് ചെയ്യരുത്. നമ്മുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ കാറ് സൈഡാക്കാൻ പറ്റുന്ന നമ്മുടെ ബൈക്ക് നിർത്തിയിട്ടിട്ട് കയ്യിലുള്ള ഒരു തുണിയോ ഒരു തോർത്തോ നിവർത്തിയിട്ട് ഖിബല എവിടെയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പിന്നെ ലാഘവത്തോടു കൂടി വാഹനത്തിലാണ് നിസ്കരിച്ചാൽ മതിയല്ലോ, യാത്രക്കാരനല്ലേ എന്ന നിലക്ക് ഖിബല തെറ്റിക്കാൻ പാടില്ല. ഇനി ഖിബല മനസ്സിലായിട്ടും തെറ്റിക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. സ്വലാത്തുൽ ഖൗഫ് പോലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ നമസ്കാരം എങ്ങനെയെന്ന് ചോദിച്ചാൽ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടാണോ യുദ്ധം ചെയ്യണത് അങ്ങോട്ട് തന്നെ നമസ്കാരം. അവിടെ പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ളൊരു വട്ടായിരിക്കും. സമീ അല്ലാഹു ലിമൻ ഹമീദ് എങ്ങോട്ടുള്ള കുത്താവും. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് വേറൊരു വിഷയമാണ്, ആഴത്തിലേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഖിബലക്ക് അഭിമുഖമായി നമസ്കരിക്കുക എന്നത് നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള 8ാമത്തെ നിബന്ധനയാണ് എന്നർത്ഥം. 9ാമത്തേത് ഏത് വിഭാഗത്തിനും വേണ്ട തന്നെയാണ്, നിയ്യത്ത് ഉണ്ടാകണം. ഞാനിപ്പോൾ ഈ വക്ത് നിസ്കാരമാണ് നിർവഹിക്കുന്നത് എന്ന ബോധം മനസ്സിലേക്ക് കടന്നു വരണം. അല്ലാതെ നിസ്കരിക്കാൻ നിന്നിട്ട് കാര്യമില്ല. നിസ്കരിക്കണ്ടില്ല അവിടെ അന്ന് ഞാനും കൂടുക, ഏതേന്ന് ഇപ്പത് അതെന്നെ ഓർമ്മയില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏതാ നിസ്കരിച്ച്, അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല. കാരണം അവൻ്റെ മനസ്സിൽ നിയ്യത്ത് വന്നിട്ടില്ല. ഏത് വക്ത് നമസ്കാരമാണ് എന്ന് അവൻ്റെ മനസ്സിൽ ബോധമുണ്ടാകണം. എന്നാൽ നിയ്യത്തിന് അങ്ങനെ പ്രത്യേകം ഞാൻ ഇത്ര റക്അത്ത് ഇങ്ങനെ ഫർളായി ഇമാമിൻ്റെ കീഴിൽ മഅ്മൂമായി നമസ്കരിക്കുകയാകുന്നു എന്ന് പറയുന്ന ലഫ്ള്, പ്രത്യേകം ഉച്ചരിച്ചുകൊണ്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടുള്ള രൂപം ഇസ്ലാമിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരാൾ വിശ്വസിച്ചാൽ ബിദ്അത്തായി മാറും. മനസ്സിലാണ്ടോ പറയണത്? അങ്ങനെ പ്രത്യേക വാക്കുകളൊക്കെ ചൊല്ലണം എന്ന് വിചാരിച്ചാൽ ബിദ്അത്താകും. അങ്ങനെ ചൊല്ലാതിരിക്കുക എന്നതാണ് പ്രവാചകചര്യയോട് ഏറ്റവും യോജിച്ചത്. അതുകൊണ്ട് നിയ്യത്തിന് പ്രത്യേകം വാക്കുകളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അതുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമസ്കാരത്തിൻ്റെ റുക്കിനുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 9 കാര്യം ഒത്ത ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുക. എന്തൊക്കെയാണ് 9? ഞാൻ വേഗം പറയാണ്. മുസ്ലിം ആകണം, മജ്നൂന് ഭ്രാന്തനാകാൻ പാടില്ല, ബുദ്ധിയുള്ള ആളായിരിക്കണം, ബോധമുള്ള ആളായിരിക്കണം, വകതിരിവ് അഥവാ പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ടുണ്ടാകണം, അവൻ നിസ്കരിക്കുക എന്നുള്ള ബോധം ഉണ്ടാകണം, വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം, നിസ്കാരത്തിന് സമയമാകണം, ഔറത്ത് മറക്കണം, നിസ്കരിക്കുന്നവൻ്റെ ശരീരം, സ്ഥലം, വസ്ത്രം എന്നിവ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാകണം, ഖിബലക്ക് അഭിമുഖമായി നമസ്കരിക്കണം, നിയ്യത്തുണ്ടാകണം. ഈ നിബന്ധനകൾ ഒത്ത ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഈ 9 നിബന്ധനകൾ ഒത്ത് ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അയാൾ 14 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ഒന്നുകിൽ ആ റക്അത്ത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമസ്കാരം തന്നെ ബാത്തിലാകും. മറന്നു പോയാലും, മറന്നുകൊണ്ടുപോലും ഉപേക്ഷിക്കാൻ പറ്റാത്തതിനാണ് റുക്കിനുകൾ എന്ന് പറയുക. ബോർഡിൽ സ്ക്രീനിൽ കാണിക്കണ്ടല്ലോ, നമസ്കാരത്തിൻ്റെ റുക്കിനുകളാണ് ഇനി പറയുന്നത്. അതായത് ഇത് മറന്നുകൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല, ബോധപൂർവ്വം ഉപേക്ഷിക്കാൻ പാടില്ല. ബോധപൂർവ്വം ഉപേക്ഷിച്ചാലും നിസ്കാരം പോയി, മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും നിസ്കാരം പോയി. അതിൽ ചിലത് നമസ്കാരം തന്നെ പോകും, ചിലത് റക്അത്തേ പോകുള്ളൂ. ഏതുപോലെ ഒരാൾ ഇമാമ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, മഅ്മൂം കുറച്ച് വൈകിയാണ് വന്നത്, സുജൂദിലാണ്, വേഗം സുജൂദിലേക്കാണ് പോയി, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തില്ല, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന നിലക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചിട്ട് പിന്നെ അല്ലാഹു അക്ബർ എന്ന സുജൂദിലേക്ക് പോകേണ്ടത്. ഒരാൾ അങ്ങനെയൊന്നും ഇല്ലാതെ അല്ലാഹു അക്ബർ എന്ന സുജൂദിലേക്കാണ് പോയി, നിസ്കാരം തന്നെ പോയി, ആ റക്അത്തല്ല. പിന്നെ അയാൾ നിസ്കാരം തുടങ്ങിയിട്ട് തന്നെയല്ല, പിന്നെ എങ്ങനെ നിസ്കാരം കിട്ടുക? അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം എന്നത് റുക്കിനാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതിൻ്റെ ക്രമത്തിൽ ഇൻഷാ അല്ലാഹ് ഇനി പറയാം. 1ാമത്തേത്, ഫർള് നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കണം. സുന്നത്ത് നമസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഇരുന്നാലും റുക്കിനല്ല, പ്രതിഫലത്തിൽ കുറവ് വരികയേ ചെയ്യുള്ളൂ. ഫർള് നമസ്കാരമാണോ നിൽക്കാൻ കഴിയുന്നവൻ നിന്ന് നമസ്കരിക്കുക എന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഞാൻ ഇപ്പോൾ ഇരുന്നാൽ നിസ്കരിക്കണേ എന്ന് വിചാരിച്ച് ബോധപൂർവമോ അല്ലെങ്കിൽ അതിപ്പോൾ നിൽക്കൽ അത്ര ആണ് മറന്നു ഇരുന്ന് നിസ്കരിക്കുക എന്ന് വിചാരിച്ചു, മറന്നോ ബോധപൂർവ്വം എങ്ങനെയെങ്കിലും ഒരാൾ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഇരുന്ന് നമസ്കരിച്ചാൽ ബാത്തിലാകും. ഒരു റക്അത്തിലാണ് അയാൾ ഇരുന്നതെങ്കിൽ ആ റക്അത്ത് പോകും.
അതല്ല തക്ബീറത്തുൽ ഇഹ്റാം പോലുള്ള റുക്കിന് നഷ്ടപ്പെട്ടാൽ നമസ്കാരം തന്നെ പോകും. അതാണ് 2. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തക്ബീറിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അത് ഉപേക്ഷിച്ചാൽ, ബോധപൂർവമോ മറന്നുകൊണ്ടോ ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ നമസ്കാരം തന്നെയും ബാത്തിലാകും. മറന്നിട്ടാണ് ഒരാൾ അങ്ങനെ ചെയ്യാതിരുന്നത്, നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, ഞാൻ നിസ്കാരം തുടങ്ങിയപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ലല്ലോ, നിസ്കാരം ആദ്യക്കുന്ന് നമസ്കരിക്കണം, കാരണം നമസ്കാരം തന്നെയും ബാത്തിലായിട്ടുണ്ട്. 3-ാമത്തേത് ഫാത്തിഹ ഓതുക എന്നതാണ്. അത് ഏതെങ്കിലും റക്അത്തിലാണ് വിട്ടുപോയത് എങ്കിൽ ആ റക്അത്ത് ആദ്യക്കുന്ന് നമസ്കരിക്കണം. അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഒരു റക്അത്തിലും ചൊല്ലിയിട്ടില്ലെങ്കിൽ എല്ലാ റക്അത്തും പോയി. അപ്പോൾ ഫാത്തിഹ ഓതുക എന്നത് റുക്കിനാണ്. ബോധപൂർവമോ മറന്നോ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത റുക്കിനിൽപ്പെട്ടതാണ്. അതിലെ 3-ാമത്തേതാണ് ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത്. 4-ാമത്തേത്, ഇതിന് ഓരോന്നിനും ആയത്തുകളും ഹദീസുകളും വെച്ചുള്ള രേഖകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ അതൊന്നും ആഴത്തിൽ പറയണില്ല, ആവശ്യം വന്നാൽ പിന്നീട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ 4-ാമത്തേത് റുക്കൂഅ് ചെയ്യുക എന്നതാണ്. ഒരാൾ മറന്നിട്ട് റുക്കൂഅ് ചെയ്തില്ല, നേരെ സുജൂദിലേക്കാണ് പോയി. മറന്നതാണ്, ബോധപൂർവം എന്നല്ല. അയാൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ പോരാ. അതാണ് റുക്കിനും മറ്റവും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കുന്നത് അതിന് വേണ്ടിയാണ്. ഒരാൾ 1-ാമത്തെ റക്അത്തിൽ റുക്കൂയിലേക്ക് പോകാതെ നേരെ സുജൂദിലേക്കാണ് പോയി. അയാൾ ആ റക്അത്ത് തന്നെ കിട്ടിയിട്ടില്ല. അല്ലാതെ ഓർമ്മ വന്നപ്പോൾ ഇനി ഏതായിരുന്നാലും സഹ്വിൻ്റെ സുജൂദ് ചെയ്യുക, സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല റുക്കിന്. റുക്കൂഴ് ചെയ്തില്ലേ, ആ റക്അത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു. ഒരാൾ റുക്കൂഴ് ചെയ്തു, പക്ഷേ റുക്കൂയിൽ നിന്ന് ഉയരാതെ സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയരാതെ പിന്നെ സുജൂദിലേക്ക് പോയി. റുക്കൂയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോയി. അതാണ് 5-ാമത്തേത്. റുക്കൂയിൽ നിന്ന് ഉയരുക എന്നത് റുക്കിനാണ്. ഉയർന്നില്ലെങ്കിൽ ആ റക്അത്ത് അയാൾക്ക് നഷ്ടപ്പെടും. 6-ാമത്തേത് റുക്കൂയിന് ശേഷം ഉയർന്ന് നിന്ന് അടങ്ങി ഒതുങ്ങിയിട്ടായിരിക്കണം അയാൾ പിന്നെ സുജൂദിലേക്ക് പോകേണ്ടത്. ഒന്ന് നേരെ നിൽക്കണം. റുക്കൂയിൽ നിന്ന് ഉയർന്ന് നേരെ പോകാൻ പാടില്ല, നിൽക്കുക എന്നതും റുക്കിനായിട്ടാണ്, 6-ാമത്തെ റുക്കിനായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. 7-ാമത്തേത് സുജൂദ് ചെയ്യുക എന്നതാണ്. 8-ാമത്തേത് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നതാണ്. 9-ാമത്തേത് അവസാനത്തെ തശഹുദിന് വേണ്ടി ഇരിക്കുക. അവസാനത്തെ തശഹുദിന് വേണ്ടി ഇരിക്കൽ റുക്കിനാണ്. ഇടയിലെ തശഹുദിന് ഇരിക്കാൻ മറന്നുപോയാൽ അയാൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി. പക്ഷെ അവസാനത്തെ റക്അത്തിൽ സലാം വിട്ടെങ്കിൽ ഇരിക്കണ്ടേ, അങ്ങനെ ഇരുന്നില്ല ഒരാൾ എങ്കിൽ അയാൾക്ക് ആ റക്അത്ത് തന്നെ കിട്ടൂല എന്നർത്ഥം. 10-ാമത്തേത് അവസാനത്തെ തശഹുദ് ചൊല്ലുക എന്നതാണ്. ഇടയിലുള്ള തശഹുദിൽ അയാൾ തഹിയ്യത്ത് ചൊല്ലിയില്ലെങ്കിലും സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാൽ അവസാനത്തെ ഇരുത്തത്തിൽ തശഹുദ് ചൊല്ലൽ, അത്തഹിയ്യാത്തു അൽ മുബാറക്കാത്തു ചൊല്ലൽ റുക്കിനാണ്. നഷ്ടപ്പെട്ടാൽ മറന്നാണെങ്കിലും ആ റക്അത്ത് നഷ്ടപ്പെടും. 11-ാമത്തേത് അവസാനത്തെ തശഹുദിന് ശേഷം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ. ഇടയിലുള്ള റക്അത്തുകൾക്ക് പ്രശ്നമല്ല, അവസാനം സലാം വീട്ടണ റക്അത്തിൽ തശഹുദിൽ അയാൾ തഹിയ്യത്തിന് പുറമെ സ്വലാത്ത് കൂടി ചൊല്ലണം. മറന്നു പോയാലും ആ റക്അത്ത് നഷ്ടപ്പെടും, ബോധപൂർവമാണെങ്കിലും ബാത്തിലാകും. 12-ാമത്തേത് ആദ്യത്തെ സലാം വീട്ടൽ. 2-ാമത്തെ സലാം വീട്ടൽ വാജിബാണ്. 1-ാമത്തെ സലാം സുന്നത്താന്ന് എണ്ണിയ ആളുകളുണ്ട്. 1-ാമത്തെ സലാം വീട്ടൽ റുക്കിനാണ്. നിസ്കാരത്തിന് പിരിയണ്ടേ, അപ്പോൾ 1-ാമത്തെ സലാം വീട്ടൽ നമസ്കാരത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളിൽ പെട്ടതാണ്. 13 ഓരോ റുക്കിനുകൾക്കിടയിലും അടക്കവും ഒതുക്കവും പാലിക്കൽ. അവിടെയാണ് തുമഇനീനത്ത് ഖുശൂ എന്ന 2 കാര്യങ്ങൾ വരിക. അതിലെ ഖുശൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. തുമഇനീനത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ അവസ്ഥയിലും അതിലേക്ക് നമ്മളൊന്ന് പൂർണ്ണമായി എത്തണം. ഇപ്പം നമ്മൾ റുക്കൂയിലാകുമ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നിന്നാൽ നമ്മളൊന്ന് ശരിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണം. അവിടെയാണ് തുമഇനീനത്ത്, അടങ്ങി ഒതുങ്ങി നിൽക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖല്ലാദ് ഇബ്നു റാഫി എന്ന് പറയുന്ന സ്വഹാബിക്ക് ഹദീസ് അറിയപ്പെട്ടത് തന്നെ ഹദീസു മുസീ സ്വലാത്ത് എന്നാണ്. നിസ്കാരം തെറ്റിച്ചോൻ്റെ ഹദീസ്. ഒരാൾ വന്നു, നിസ്കരിച്ചു, ആദിക്കുന്ന നമസ്കരിക്കുമെന്ന് പറഞ്ഞു, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 3 തവണ ആയപ്പോൾ പറഞ്ഞു, എനിക്ക് ഇതിലേറെ നല്ല നിലക്ക് നിസ്കരിക്കാൻ അറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ഹത്താ തത്മഇന്ന ഖായിമ, ഹത്താ തത്മഇന്ന ജാലിസ, ഹത്താ തത്മഇന്ന സാജിദ എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുമഇനീനത്ത് ഓരോന്നിലും വേണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അത് റുക്കിനാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ക്രമത്തിൽ ചെയ്യണം. ആദ്യം ഒരാൾ സുജൂദ് ചെയ്തു പിന്നെ റുക്കൂ ചെയ്തത് എങ്കിൽ നിസ്കാരം തന്നെയും ബാത്തിലായി പോകും. ഈ ക്രമം തെറ്റിച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലാകും. ആ റക്അത്തല്ല, നമസ്കാരം തന്നെ ബാത്തിലാകും. ആദിക്കുന്ന നമസ്കരിക്കേണ്ടി വരും. ഇനി നമസ്കാരത്തിൻ്റെ നിർബന്ധ ഘടകങ്ങളാണ്.
ഇത് ചെയ്യൽ നിർബന്ധമാണ്. ബോധപൂർവം നഷ്ടപ്പെടുത്തിയാൽ ബാത്തിലാകും. ബോധപൂർവം ഇനി പറയുന്ന 8 കാര്യങ്ങൾ ബോധപൂർവം ഒരാൾ അതിപ്പോൾ ഇന്ന് വേണ്ട, ഇനിയിപ്പോൾ സമയമില്ല എന്ന് വിചാരിച്ച് ബോധപൂർവം നഷ്ടപ്പെടുത്തിയാൽ നമസ്കാരം തന്നെ ബാത്തിലാകും, അല്ലെങ്കിൽ ആ റക്അത്ത് ബാത്തിലാകുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ മറന്നുകൊണ്ടാണ് ഒരാൾ നഷ്ടപ്പെടുത്തിയത് എങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതിയാകും. അങ്ങനത്തെ 8 കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത മറ്റ് തക്ബീറുകൾ. തക്ബീറത്തുൽ ഇഹ്റാം എന്താ? റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത അല്ലാഹു അക്ബർ തക്ബീറുകളെല്ലാം വാജിബാത്തിലാണ് എണ്ണിയിട്ടുള്ളത്. റുക്കുഇൽ സുബ്ഹാൻ റബ്ബിയൽ അലീം എന്നോ മറ്റേതെങ്കിലും ദിക്റോ ചൊല്ലൽ, ഏതെങ്കിലും ഒരു ദിക്ർ ഒരു തവണയെങ്കിലും ചൊല്ലൽ വാജിബാണ്. ബോധപൂർവ്വം ഉപേക്ഷിച്ചാൽ ആ റക്അത്ത് പോകും. മനസ്സിലാണ്ടോ പറയേണ്ടത്? ബോധപൂർവ്വം സുബ്ഹാൻ റബ്ബിയൽ അലീം എന്ന് ഒരാൾ ചൊല്ലില്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുയിലേക്ക് പോയി, ഒന്നും ചൊല്ലാതെ ബോധപൂർവം, മറന്നാണെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ബോധപൂർവം ഒരാൾ ഒന്നും ചൊല്ലിയില്ല, ആ റക്അത്ത് പോയി. സുജൂദിൽ ഒരാൾ ബോധപൂർവം ഒന്നും ചൊല്ലിയില്ല, ആ റക്അത്ത് പോയി. കാരണം വാജിബാത്ത് ബോധപൂർവം ഉപേക്ഷിച്ചാൽ റക്അത്ത് നഷ്ടപ്പെടും. അങ്ങനത്തെ 8 കാര്യമാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. 1, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത മറ്റ് തക്ബീറുകൾ. 2, റുക്ഉഇൽ ദിക്റുകൾ ചൊല്ലൽ. 3, ഒറ്റക്ക് നമസ്കരിക്കുന്നവനും ഇമാമായി നിൽക്കുന്നവനും സമി അല്ലാഹു ലിമൻ ഹമിദ പറയുക. ഒറ്റക്ക് സ്കരിക്കുന്ന ഒരാളും റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് പറയണം? സമി അല്ലാഹു ലിമൻ ഹമിദ പറയണം. ഇമാമും സമി അല്ലാഹു ലിമൻ ഹമിദ പറയണം. എന്നാൽ മഅ്മൂം റബ്ബന വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സമി അല്ലാഹു ലിമൻ ഹമിദ പറയൽ എന്തല്ല? വാജിബല്ല, സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സുന്നത്തുമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും അത് വാജിബല്ല. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് മഅ്മൂം പറയൽ നിർബന്ധമല്ല, പറഞ്ഞില്ലെങ്കിലും അയാളെ നമസ്കാരത്തിനൊരു കോട്ടം സംഭവിക്കൂല. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമായി നിൽക്കുന്നവനും അത് പറയൽ വാജിബാണ്. ബോധപൂർവം പറയാതിരുന്നാൽ പറഞ്ഞോളി ബാത്തിലാകും. 4, റുക്കൂയിൽ നിന്ന് ഉയർന്നാൽ റബ്ബന വലക്കൽ ഹംദ് ചൊല്ലൽ വാജിബാണ്. ഇത്രയെങ്കിലും ചൊല്ലൽ. പിന്നെ കുറേ ഉണ്ട്. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ റബ്ബന വലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. വേറെയുണ്ട് 4-5 ദിക്റുകൾ. അല്ലാമ നാസിറുദ്ദീൻ അൽബാനി സിഫത്തു സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ റുക്കൂയിലും സുജൂദിലും ഇഅ്തിദാലിലും പ്രാരംഭ പ്രാർത്ഥനയായിട്ടും ഒക്കെ വന്നിട്ടുള്ള 5ഉം 8ഉം പ്രാർത്ഥനകളൊക്കെ സ്വഹീഹായി വന്നവ എടുത്തു കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ സുജൂദിൽ ദിക്ർ ചൊല്ലൽ ഞാൻ നേരത്തെ റുക്കൂയിൻ്റെ കൂട്ടത്തിൽ ചേർത്തി പറഞ്ഞു. 6-ാമത്തേത് 2 സുജൂദുകൾക്കിടയിൽ ദിക്ർ ചൊല്ലൽ, റബ്ബി ഗഫിർലി എന്നെങ്കിലും ചൊല്ലൽ. അതാണ് നിർബന്ധം. എത്രയേ ഉള്ളൂ റബ്ബി ഗഫിർലി. എന്നിട്ട് പിന്നെ സുജൂദ് പോയാൽ സമയം ലാഭിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഫാത്തിഹ മാത്രം ചൊല്ലേണ്ടി വരും. റുക്കിന് മാത്രം എടുത്തിട്ട് ശേഷം ചൊല്ലൽ സുന്നത്തായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഫാത്തിഹ മാത്രം ചൊല്ലി റുക്കുയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ റുക്കുയിൽ മിനിമം സുബ്ഹാൻ അല്ലാഹ് എന്നെങ്കിലും പറയണം, എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലണം. സുജൂദുകൾക്കിടയിൽ റബ്ബി ഗഫിർലി എന്നെങ്കിലും മിനിമം പറയൽ നിർബന്ധമാണ്. ബോധപൂർവം ഒന്നും പറയാതെ ഒരാൾ സുജൂദിൽ നിന്ന് ഉയർന്നു, ഒന്നും മിണ്ടിയില്ല, കൽപ്പിച്ചൂട്ടി വീണ്ടും സുജൂദ് ചെയ്തു എങ്കിൽ റക്അത്ത് അയാൾക്ക് നഷ്ടപ്പെടും. അതിനാണ് ഇത് ഇങ്ങനെ റുക്കിന് വാജിബാത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത്. അതേപോലെ 1-ാമത്തെ തശഹുദ് വാജിബാണ്. ബോധപൂർവം ഉപേക്ഷിച്ചാൽ എന്താവും? ബാത്തിലാകും. മറന്നാണെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. തശഹുദിന് വേണ്ടി ഇരിക്കൽ, 1-ാമത്തെ തശഹുദ്, അവസാനത്തെ തശഹുദിന് വേണ്ടി ഇരിക്കൽ റുക്കിനാണ്. അതിനിടയിലുള്ള തശഹുദിന് വേണ്ടി ഇരിക്കൽ വാജിബാണ്. ബോധപൂർവം ഒരാൾ 3 റക്അത്തുള്ള മഗ്രിബ് 3-ാം റക്അത്തിൽ മാത്രമേ ഇരുന്നുള്ളൂ, 2-ാമത്തെ റക്അത്തിൽ ഇരിക്കാതെ എഴുന്നേറ്റു, ബോധപൂർവമാണെങ്കിൽ ആ റക്അത്ത് നഷ്ടപ്പെട്ടു. അതല്ല മറന്നതാണെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതി എന്നതാണ് പിന്നെ ഫർളുകളുടെ അവസ്ഥയിൽ വരിക. ഇനിയുള്ളത് സുനനുകളാണ്. ഇതല്ലാതെ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലേണ്ട എല്ലാ കാര്യങ്ങളും സുന്നത്തേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഉദാഹരണമായിട്ട് നമസ്കാരത്തിലേക്ക് ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ നേരെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താലും ഒരു കുഴപ്പമില്ല. നിസ്കാരത്തിൽ പ്രതിഫലം കുറയും. എന്നാൽ ഒരാൾ ഒരു വാജിബ് ഉപേക്ഷിച്ചിട്ടില്ല, ഒരു റുക്നും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. സുന്നത്തായ കാര്യങ്ങൾ 2 രീതിയിൽ പണ്ഡിതന്മാർ വേർതിരിച്ചു പറയുന്നുണ്ട്. ഒന്ന് ഖൗലിയായ സുന്നത്തുകൾ, 2-ാമത്തേത് ഫിഅലിയായ സുന്നത്തുകൾ. ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തേത് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഖൗലിയായ സുന്നത്തുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു പ്രാരംഭ പ്രാർത്ഥന അതെന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. അത്തഅവുദു അല്ലെങ്കിൽ ഇസ്തിആദത്ത് എന്നും പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. അൽ ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മുമ്പ് ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ. അതേപോലെ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയൽ സുന്നത്തേ ഉള്ളൂ.
അതുപോലെ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതൽ, അല്ലെങ്കിൽ ബഅദു ആയാത്ത്, കുറച്ച് ആയത്തോ കുറച്ച് ചെറിയ സൂറത്തോ വലിയ സൂറത്തോ ഒക്കെ ഓതൽ സുന്നത്തേ ഉള്ളൂ. അതേപോലെ സുബ്ഹ്, മഗ്രിബ്, ഇശാ പോലുള്ള നമസ്കാരങ്ങളിൽ 5 നമസ്കാരങ്ങളിൽ 3 എണ്ണം ഏതൊക്കെയാ? സുബ്ഹ്, മഗ്രിബ്, ഇശാ. ഇതിൽ ഉറക്കെ ഓതൽ സുന്നത്തേ ഉള്ളൂ. ഉറക്കെ ഓതൽ എന്തല്ല, നിർബന്ധമല്ല. ഉറക്കെ ഓതിയ കൂലി കൂടും. പതുക്കെ ഒരാൾ ചൊല്ലിയാണ് നമസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. ഇമാമാണെങ്കിൽ കുറേ ആൾ നിസ്കാരം കുളവും. അപ്പോൾ ഇമാമാകുമ്പോൾ എന്തായിരുന്നാലും മഗ്രിബിലും ഇശായിലും സുബിയിലും ഉറക്കെ തന്നെ ഓതണം. അതേപോലെ റബ്ബന വലക്കൽ ഹംദിന് ശേഷമുള്ള സിയാദത്ത് സുന്നത്തേ ഉള്ളൂ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീന്നോ അതല്ലാത്തവയൊക്കെ സുന്നത്തേ ഉള്ളൂ. അതേപോലെ സുബ്ഹാനല്ലാഹ്ക്ക് പുറമേ എന്ത് ചൊല്ലിയാലും, സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാൻ റബ്ബിയൽ അഅല, ഇവിടുന്ന് അങ്ങോട്ടുള്ള, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, സുബ്ബൂഹ്, ഖുദ്ദൂസ്, റബ്ബുൽ മലായികത്തി വറൂഹ്, ഇതൊക്കെ റുക്കൂയിലും സുജൂദിലും ചൊല്ലാൻ സ്വഹീഹായി വന്ന ദിക്റുകളാണ്. ഇതിൽ ഇത്രയും അധികം ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം പറയലേ നിർബന്ധമുള്ളൂ. അതേപോലെ തശഹുദിനു ശേഷം, സ്വലാത്തിനും ശേഷമുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി, ഇങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ. ഇനി ഫിഅലിയായ, പ്രവർത്തിക്കുമ്പോഴുള്ള സുന്നത്തായ കാര്യങ്ങൾ, റഫ്ഉൽ യദൈൻ ഹദ്വൽ മങ്കിബൈനി ഔ ഹദ്വൽ ഉദ്നൈൻ, ചെവിയുടെ നേരെയോ ചുമലിന് നേരെയോ കൈകൾ ഉയർത്തൽ സുന്നത്തേ ഉള്ളൂ. ഒരാൾ ബോധപൂർവ്വം ഉയർത്തിയില്ല, നിസ്കാരത്തിന് എന്ത് ചെയ്യൂല, ബാധിക്കൂല. സഹുവിൻ്റെ സുജൂദ് പോലും അയാൾ ചെയ്യണ്ട. കാരണം അത് സുന്നത്തേ ഉള്ളൂ. സുന്നത്തേ ഉള്ളൂ പറഞ്ഞ് ഒഴിവാക്കാനുള്ളതാണോ? അതിനുവേണ്ടി അല്ലത് പറയണേ. ഇത് ഒരാളത് നഷ്ടപ്പെടുത്തിയാൽ നിസ്കാരത്തെ ബാധിക്കൂല എന്ന് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അത് നമ്മളെല്ലാ സുന്നത്തും ചെയ്യണം. സുന്നത്തുകൾ മാറ്റിവെക്കാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളതാണ്. എന്നാൽ സുന്നത്തേ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കൽ ഇതിൻ്റെ ഭാഗമായി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഉയർത്തുന്നത് 4 സന്ദർഭമാണ് നമസ്കാരത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നമസ്കാരത്തിൽ കൈകൾ ഉയർത്തിയിട്ടുള്ളത് 4 സന്ദർഭത്തിലാണ്. പറഞ്ഞോളി. 1, നമസ്കാരം തുടങ്ങുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം. 2, റുക്കൂഇലേക്ക് പോകുമ്പോൾ. 3, റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ. 4, ഒന്നിലധികം തശഹുദുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ തശഹുദിൽ നിന്ന് ഉയരുമ്പോൾ എന്ന് പറഞ്ഞാൽ മഗ്രിബിൽ 2ാമത്തെ റക്അത്തിൽ നിന്ന് ഉയരുമ്പോൾ, ഇശായിൽ 2ാമത്തെ റക്അത്തിൽ നിന്ന് ഉയരുമ്പോൾ, 3ാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോഴാണ് വരിക. അപ്പോൾ അത് ആ 1ാമത്തെ തശഹുദ് കഴിഞ്ഞ് ഉയരുന്ന നമസ്കാരമാണെങ്കിൽ ഇപ്പോൾ സുബീക്ക് ഉണ്ടാവില്ല, സുബീക്ക് 3 എണ്ണേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് ആ 4 സന്ദർഭങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിട്ടുള്ളത്. വളുൽ യദിൽ യുംന അലൽ യദിൽ യുസ്ര അല സുദരി, വലത് കൈ ഇടത് കൈയുമേലാക്കി നെഞ്ചത്ത് വെക്കൽ സുന്നത്തേ ഉള്ളൂ. ഒരാൾ കൈ താഴ്ത്തിയിട്ട് നമസ്കരിച്ചാലും നമസ്കാരം ബാത്തിലാവുകയുമില്ല, സഹുവിൻ്റെ സുജൂദും ചെയ്യേണ്ട, പക്ഷെ പ്രതിഫലം കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് സുന്നത്തായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നദറുൽ മുസല്ലി ഇലാ മൗദിഇ സുജൂദിഹി ഇല്ലാ ഫി സ്വലാത്തിൽ ഖൗഫ്, യുദ്ധത്തിലുള്ള നമസ്കാരത്തിൽ അല്ലാത്തപ്പോഴൊക്കെയും സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ ഷുഗലായി നമസ്കാരത്തെ ബാത്തിലാക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ബാത്തിലാകും. ഖുശൂ തന്നെ പോയാൽ, ഖുശൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തുമഇനീനത്ത് പോയാൽ പിന്നെ നമസ്കാരം തന്നെ ബാത്തിലാകും. അതേപോലെ ആദ്യത്തെ റക്അത്തുകൾ ദീർഘിപ്പിക്കുകയും പിന്നെയുള്ള റക്അത്തുകൾ ചുരുക്കുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ഏത് നിസ്കാരത്തിലും. ഒരാളിപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക, സുബ്ഹിയോ സുന്നത്തോ ഏത് നിസ്കാരമാകട്ടെ, ആദ്യത്തെ റക്അത്തിൻ്റെ അത്ര വലുപ്പം 2ാമത്തെ റക്അത്തിന് വേണ്ട. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തിനേക്കാളും ആയത്തുകളെക്കാളും കുറവായിരിക്കണം. അത് സുന്നത്താണ്. അങ്ങനെ നല്ലൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യൽ നല്ലതാണ്, സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ റുക്കൂഅ് ചെയ്യുമ്പോൾ കൈവിരലുകൾ അകറ്റിപ്പിടിക്കൽ സുന്നത്തായ കാര്യമാണ്. നിസ്കാരത്തിൻ്റെ പൂർണ്ണ കൈഫിയത്ത് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്ന് കാണിച്ചു പറയും ബിഇദ്നില്ലാഹ്, അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. സുജൂദിൽ കൈവിരലുകൾ ചേർത്ത് കിബിലക്ക് നേരെ വെക്കൽ സുന്നത്തായ കാര്യമാണ്. റുക്കൂഇൽ എങ്ങനെയാണ്? അകറ്റിയാണ് പിടിക്കേണ്ടത് കാൽമുട്ടിൽ. എന്നാൽ സുജൂദിൽ നിലത്തല്ലേ വെക്കുക, ആ സമയത്ത് കൈവിരലുകൾ ചേർത്താണ് വെക്കേണ്ടത്. ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്. അതേപോലെ ആദ്യത്തെ തശഹുദിൽ ഇഫ്തിറാഷും, 2-ലധികം ഉണ്ടെങ്കിൽ അവസാനത്തേതിൽ തവറുക്കും. ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ കാലിൽ ഇരുത്തം, തവറുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പിൻഭാഗം നിലത്ത് കുത്തുന്ന രൂപത്തിൽ ഇരിക്കൽ. ഇത് സുന്നത്തായ കാര്യമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന അവസ്ഥകളുണ്ട്, അതിൽ പറ്റാത്ത പ്രയാസമുള്ള സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്രം പടിഞ്ഞിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്, മുത്തറബ്ബിഅ എന്നാണ് അതിന് പറയുക. പിന്നെ കൈകൾ തശഹുദിൻ്റെ സമയത്ത്
കാൽത്തുടയിൽ വെക്കൽ സുന്നത്തേ ഉള്ളൂ. ഒരാൾ ബോധപൂർവം അവിടെ കൈ വെക്കാതെ അപ്പുറത്തിങ്ങനെ വെച്ച് ബോധപൂർവം നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല, പ്രതിഫലം നഷ്ടപ്പെടുത്തും. മനസ്സിലാണ്ട് പറയുന്നത്? സഹുവിൻ്റെ സുജൂദൊന്നും ചെയ്യണ്ട, കാരണം അങ്ങനത്തെ വാജിബാത്തിലോ റുക്കിനുകളിലോ പെട്ടതല്ല അത്. ഇനി നമ്മൾ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിഷയാവതരണം അവസാനിപ്പിക്കും. മുസസലായി അവിടെ റെഡിയല്ലേ? മക്രൂഹാത്തു സ്വലാത്ത്, നിസ്കാരത്തിൽ വെറുക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും പണ്ഡിതന്മാർ പറഞ്ഞു 5 കാര്യങ്ങൾ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാ, ഒരു വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. 1, റഫ്ഉ ബസ്വരിഹി ഇലസ്സമാ, ഇങ്ങനെ നിസ്കരിക്കുക, വേറെ എടുക്കോ നോക്കിയിട്ട് നിസ്കരിക്കുക. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിയോ? ലയൻതഹിയന്ന അഖ്വാമുൻ യർഫഊന അബ്സ്വാറഹും ഇലസ്സമാ ഫിസ്സലാ, നമസ്കാരത്തിൽ മുകളിലേക്ക് നോക്കി നമസ്കരിക്കുന്നവർ ആ ഏർപ്പാട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഔ ലതുഖ്തഫന്ന അബ്സാറുഹും, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ റാഞ്ചി കൊണ്ടുപോയപ്പെട്ടേക്കാം, കാഴ്ച തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നസായിയും ഇമാം അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തതും ചെറിയ ലഫ്ലിൻ്റെ വ്യത്യാസത്തോടു കൂടി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ മുകളിലേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കി നിസ്കരിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. അൽ ഇൽത്തിഫാത്തു ലി ഗൈരി ഹാജ, നിർബന്ധ സാഹചര്യമില്ലാതെ തിരിഞ്ഞു നോക്കൽ. ഒരു പാമ്പ് ഇങ്ങനെ വരുന്നുണ്ട്, തിരിഞ്ഞു നോക്കാം. നിസ്കാരത്തിലായിക്കൊണ്ട് പാമ്പിനെ കൊല്ല, പക്ഷേ അത് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ വിശദമായി പറയാം. എന്നാൽ അതല്ലാതെ വെറുതെ ഒരാൾ അങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ നോക്കുക, ഒരാൾ വിളിച്ചു അപ്പോൾ തിരിഞ്ഞു നോക്കുക, ഇങ്ങനെയുള്ളതെല്ലാം പിന്നെ പാടില്ലാത്ത കാര്യമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യഖ്തിലിസു ശൈത്വാനു മിൻ സ്വലാത്തിൽ അബ്ദ്, അത് ഒരു അടിമയുടെ നിസ്കാരത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധയെ പിശാച് തട്ടിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. നിസ്കാരത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ പിശാച് നിസ്കാരത്തിൽ നിന്ന് നമ്മളെ തട്ടിപ്പറിച്ച് തെറ്റിച്ച് കളയുകയാണ് എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 3-മത്തേത് അൻ-നളറു ഇലാ മാ യുൽഹീഹി അനിസ്സലാ, നമസ്കാരത്തിന് അശ്രദ്ധമാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ മുന്നിലുള്ള പേപ്പർ വായിച്ചു നോക്കുക അല്ലേ, ഈദ്ഗാഹിലൊക്കെയാണ് അത് സംഭവം ഉണ്ടാവുക. അതേപോലെ നമുക്ക് ടൈൽ ഇട്ടത് കുറച്ച് ഇവിടെ അളവ് വ്യത്യാസമുണ്ടല്ലേ, ഇത് കാർമേഘം പോലെ ഇങ്ങനെയാണ് പോയിക്കണം, പക്ഷെ എന്നാലും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറെ പല കാര്യങ്ങളും നോക്കിയിട്ട് അതിൻ്റെ ഡിസൈന്, മറ്റോൻ്റെ പേര്, ഇത് ശരിക്കും നെയ്മറിന്ന് ഇങ്ങനെയല്ലേ, ഇത് ഇങ്ങനെ സ്പെല്ലിങ് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വായിച്ച് നോക്കുക എന്നതൊക്കെ എന്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. ഖുശൂ തന്നെ പോയാൽ ബാത്തുലാവും. മറ്റേത് തഹസ്സുറാണ്, ഇത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലിയ റജുലു മുതഖസ്സിറ, ഊരക്ക് കൈ കൊടുത്ത് നിസ്കരിക്കുക. അതിന് പ്രധാനമായും പറയുന്നത് ജൂതന്മാരുടെ സുജൂദ് നിന്നുകൊണ്ടാണ്, നിന്നിട്ട് ചുമരുമക്ക് പോയിട്ട് ഇങ്ങനെ ചെയ്യുക. അതിൽ അവർ പിഴച്ച വിഭാഗം, അവരിൽ തന്നെ തെറ്റായ ഒരു വിഭാഗം ചെയ്യണം, ഊരക്ക് കൈ കൊടുത്ത് നിസ്കരിക്കുക, ഊരക്ക് കൈ കൊടുത്തിട്ട് സുജൂദ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, വെറുക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 5-മത്തേത് നമസ്കാരത്തിൽ കൈകൾ മുഴുവൻ നിലത്ത് വെക്കുക. സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇംബിസാത്തുൽ കൽബ് എന്നല്ലേ, നായ കൈവെക്കുന്ന പോലെയെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്, അതൊക്കെ വെറുക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി നിസ്കാരം ബാത്തിലാക്കുന്ന 7 കാര്യങ്ങൾ വേഗം പറയാണ്. 1, വുളു മുറിയുക. വുളു മുറിഞ്ഞാൽ നിസ്കാരം ആ നിമിഷത്തിൽ എന്ത് ചെയ്തു, ബാത്തിലായി. ഒരാൾ വുളു എടുത്തിട്ടില്ല എന്ന് എപ്പോഴാണോ അയാൾക്ക് ഓർമ്മ വന്നത് അപ്പോഴും ബാത്തിലായി. വുളു മുറിയൽ മാത്രമല്ല, നേരത്തെ ഞാൻ വുളു എടുത്തിരുന്നു പക്ഷെ പിന്നെ മൂത്രിച്ചിരുന്നല്ലോ, പിന്നെ മൂത്രിച്ചിട്ട് പിന്നെ വുളു എടുത്തിട്ടില്ലല്ലോ എന്നൊരാൾക്കൂടെ ഓർമ്മ വന്നാൽ എന്ത് ചെയ്തു, നിസ്കാരം ബാത്തിലായി. അതിൽ യഖീൻ ഉണ്ടെങ്കിൽ ഷക്ക് അതിനെ പ്രശ്നമല്ല, ഉറപ്പുണ്ടെങ്കിൽ സംശയം പ്രശ്നമല്ല. ചുരുക്കി പറയാം, ഒരാൾ വുളു എടുത്തിരുന്നു പിന്നെ മൂത്രയിച്ചോ എന്നൊരു ഉറപ്പില്ല, വുളു മുറിഞ്ഞിരുന്നോ, വുളു എടുത്തിരുന്നു ഉറപ്പുണ്ട്, വുളു മുറിഞ്ഞിരുന്നോ സംശയമാണ്, അയാൾക്ക് വുളു ഉണ്ട് എന്നാ. കാരണം എടുത്തിരുന്നു എന്ന് എന്തുണ്ട്, ഉറപ്പുണ്ട്, അയാൾ വുളു എടുത്തു വന്നതാണ്, പക്ഷെ മുറിഞ്ഞോ എന്ന് സംശയമുള്ളൂ എങ്കിൽ ആ ഉറപ്പിൽ വുളു ഉണ്ട് എന്ന് മനസ്സിലാക്കണം. വുളു മുറിഞ്ഞിരുന്നു എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്, കാരണം ഞാൻ ബാത്റൂമിലൊക്കെ പോയിരുന്നല്ലോ, വുളു മുറിഞ്ഞു, പിന്നെ ഞാൻ എടുത്തോ, അയാൾക്ക് വുളു ഇല്ല എന്നാ. കാരണം എന്താ, വുളു മുറിഞ്ഞിരുന്നു എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്, എടുത്തിരുന്നോ എന്ന് ശക്കയുള്ളൂ. അപ്പോൾ ആ യഖീനിലേക്ക്, ഉറപ്പിലേക്ക് അതിനെ മടക്കുകയാണ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ വുളു മുറിഞ്ഞാൽ നമസ്കാരം ബാത്തിലാകും. കശ്ഫുൽ ഔറ, ഔറത്ത് വെളിവാകുക. ലി അന്ന സത്രൽ ഔറത്തി ഷർത്തുൻ ഫി സിഹത്തി സ്വലാ, നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഔറത്ത് മറയണം. അപ്പോൾ ഒരാൾ ഔറത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വെളിവായി പെട്ടെന്ന് മറക്കാൻ സാധിച്ചാൽ അത് നമസ്കാരത്തെ ബാത്തിലാക്കുകയില്ല. എന്നാൽ ബോധപൂർവം പിന്നെ ഔറത്ത് വെളിവായാൽ അത് നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ്. അതുപോലെ കഅബക്ക് അഭിമുഖമല്ലാതെ നിൽക്കുക, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളോട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ച്, എങ്ങനെ കിബിലക്ക് അഭിമുഖമല്ലാതെ ആയാൽ
നമസ്കാരത്തെ ബാത്തിലാക്കും. നിർബന്ധ സാഹചര്യം വിമാനം, വാഹനം, ട്രെയിന് പോലത്തവ അതിൽ നിന്നൊക്കെ ഒഴിവാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സിയാദത്തോ നുക്സാനോ റുക്കിനുകൾ വരുത്തുക. ഫാത്തിഹ ഒരാൾ 2 വട്ടം ഓതി, റുക്കിനിൽ സിയാദത്ത് വരുത്തി അല്ലെങ്കിൽ കുറവ് വരുത്തി 2 സുജൂദിന് പകരം 1 സുജൂദ് ചെയ്തുള്ളൂ, ബാത്തിലാക്കും, നിസ്കാരം ബാത്തിലാക്കും. 5-മത്തേത് ഏതെങ്കിലും ഒന്ന് തെർത്തീബ് മാറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രമം മാറ്റിയാൽ നമസ്കാരം ബാത്തിലാകും. 6 നിയ്യത്ത് മാറ്റുക, ഒന്നുകിൽ ഞാൻ നിസ്കരിക്കണമെന്നില്ല എന്ന് വിചാരിച്ചാൽ നിസ്കാരം പോയി, അല്ലെങ്കിൽ വേറെന്തിലോ ഒരു നിയ്യത്തിലേക്ക് അയാൾ മാറ്റുക. ഒക്കെ എങ്ങനെ സംഭവിക്കുക എന്നുള്ളത് സംഭവിക്കുന്നവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. പിന്നെ അൽ കലാമുൽ ഖാരിജു അനിസ്സല, നിസ്കാരത്തിൻ്റെതല്ലാത്ത സംസാരം വരിക. കഴിഞ്ഞ തവണ ഒരാൾ സംശയം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് നിസ്കാരത്തിൽ പറഞ്ഞു, നിസ്കാരം ബാത്തിലാക്കൂല. അൽഹംദുലില്ലാ എന്നുള്ളത് ദിക്റാണ്, നിസ്കാരത്തിൽ ദിക്റുകൾ ആകാവുന്നതുമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അനുവദിച്ചതുമാണ്. ഇത് കേട്ടിട്ട് അപ്പുറത്തൊരാൾ യർഹമുക്കല്ലാഹ്, അള്ളാഹ് എനിക്ക് കാരുണ്യമൊക്കെ ചെയ്യട്ടെ, നിസ്കാരം ബാത്തിലാക്കും. കാരണം നിസ്കാരത്തിന് പുറമേയുള്ള സംസാരം അതിലേക്ക് കടന്നു വന്നു, അത് നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ്. ഇത്രയുമാണ് ഇന്നത്തെ കാര്യങ്ങളിൽ വരുന്നത്. ഒന്ന് ഷർത്ത്, നിസ്കാരം തുടങ്ങണമെങ്കിൽ പാലിക്കേണ്ടുന്ന 9 നിബന്ധനകൾ. 2 റുക്കിന്, നിസ്കാരത്തിൽ ഉപേക്ഷിച്ചാൽ ബോധപൂർവമാകട്ടെ മറന്നാലാകട്ടെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. 3 വാജിബാത്തുകൾ, ബോധപൂർവം നഷ്ടപ്പെടുത്തിയാൽ ബാത്തിലാകും, മറന്നുകൊണ്ടാണെങ്കിൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. പിന്നെ സുന്നത്തായ കാര്യങ്ങൾ, അതിൽ തന്നെ ഫിഅലിയായ കൗലിയായ 2 ടൈപ്പ് ഉണ്ട്, പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള സുന്നത്തുകൾ. 5-മത്തേത് മക്രൂഹാത്ത്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. 6-മത്തേത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ.